നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോക രാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധമൊക്കെ വഷളാകുന്ന സാഹചര്യത്തിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചൈനയിലേക്ക് എത്തിയത്. 7 വർഷങ്ങൾക്കു ശേഷമാണ് ചൈനയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ചൈനയിൽ ലഭിച്ചതും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ചകൾ നടത്തും. SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശരത് ലാലിനോട് ചോദിക്കാം എന്താണ് നിലവിലെ കാര്യങ്ങളെന്ന്. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു കൂടിക്കാഴ്ച നടക്കുകയാണ്. 7 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും സംസാരിക്കുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ഷീ ജിൻപിങ് ഇവിടെ ഇന്ത്യയിൽ വന്നത് മഹാബലിപുരത്ത് നടന്ന കൂടിക്കാഴ്ചയൊക്കെ ഓർമ്മ വരണം. ആ സീനും കാര്യങ്ങളും അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നൽകിയ വരവേൽപ്പും അന്ന് അവർ രണ്ടുപേരും അവിടെ പോയി കണ്ട കാഴ്ചകളൊക്കെയും ഓർമ്മ വരികയാണ്. ഇപ്പോൾ ഇന്ന് 7 വർഷത്തിന് ശേഷം അദ്ദേഹം അവിടേക്ക് എത്തുമ്പോൾ സാഹചര്യം മറ്റൊന്നാണ്. അന്ന് ഷീ ജിൻപിങ് ഇന്ത്യയിൽ വന്ന് നടത്തിയ കൂടിക്കാഴ്ചയുടെ സാഹചര്യമേ അല്ല. ഒരു ജിയോ പൊളിറ്റിക്സിൽ തന്നെ വലിയൊരു മാറ്റം നടക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. അമേരിക്കയുമായുള്ളൊരു വ്യാപാര യുദ്ധം ഇന്ത്യയുമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും SCO ഉച്ചകോടിക്കായി അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാന അജണ്ടയാവുക, ഇതിൽ ഏറ്റവും പ്രധാനം അതിർത്തി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളും തമ്മിൽ നിരന്തരമായി ചർച്ചകളിലും തർക്കങ്ങളിലും ഒക്കെയുമായിരുന്നു. അപ്പോൾ ഈ വിഷയമൊക്കെ സജീവ പരിഗണനയിലുണ്ടോ, ചർച്ചയിലുണ്ടോ? എന്തൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം ശരത്ത്? എത്രത്തോളം നിർണായകമാണ്? ഗുഡ് മോർണിംഗ് സീതലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കും ഈ കൂടിക്കാഴ്ച. കാരണം വളരെ സാമ്പത്തികമായിട്ട് വളരെയധികം അമേരിക്കൻ അധിക തീരുവ ചുമത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച എന്നതിലുപരി റഷ്യയും അതേപോലെ ബ്രിക്സിൻ്റെ കഴിഞ്ഞ 10 മാസം നടന്ന ബ്രിക്സിൻ്റെ യോഗത്തിന് ശേഷം ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. ഷിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. തനിച്ചാണ് ഇത് 2 നേതാക്കൾ അരമണിക്കൂറിലേറെ തനിച്ച് സംസാരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ചൈനയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ചൈനീസ് അധികൃതർ ചൈനീസ് ഭരണകൂടം നൽകിയത്. അവിടെ പ്രധാനമന്ത്രി പ്രതികരിച്ചതും ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്ക് ഇന്ത്യയും ചൈനയും കൈകോർക്കേണ്ടത് ആവശ്യമാണ് എന്ന ആമുഖമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്ന് വ്യക്തമാണ്. സാമ്പത്തികമായി ചൈനയുമായി കൂടുതൽ സഹകരണമാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുക എന്നതിൻ്റെ സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയത്. അതിലുപരി ഇന്നലെ രാത്രി തന്നെ ഉക്രൈൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു. അതായത് ഉക്രൈൻ്റെ സമാധാനമായ യുദ്ധം അവസാനിപ്പിക്കുന്ന നടപടികൾ ചർച്ച ചെയ്യണം. റഷ്യൻ പ്രസിഡന്റുമായിട്ടും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതായത് ട്രംപിലല്ല താൻ വിശ്വസിക്കുന്നത്, ഇന്ത്യയിലാണ് എന്നതാണ് ഉക്രൈൻ പ്രസിഡന്റ് നൽകുന്ന ഒരു സന്ദേശം. ഏതായാലും പുടിൻ മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റു പല ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഷങ്കായി ബിസിനസ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിൽ വളരെ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലുപരി സാമ്പത്തികമായിട്ടുള്ള ഒരു സഹകരണം ഇന്ത്യയും ചൈനയും റഷ്യയും ഉള്ള ഒരു ഇടനാഴിയിൽ കൂടി കടന്നു വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ജയലക്ഷ്മി, ഇന്നത്തെ കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിയുമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച വളരെ വലിയ ഒരു മാറ്റം തന്നെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നയതന്ത്രം. അതേപോലെ തന്നെ ലോകവും ഈ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുന്നുണ്ട്. സേതുലക്ഷ്മി.